വില്ലുവണ്ടിയിൽ, കാളവണ്ടിയിൽ അവർ ധരിക്കുന്ന അതേ വസ്ത്രം, അതേ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ആ അവസരത്തിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ സാമൂഹിക നവോത്ഥാനത്തിലെ ഏറ്റവും വലിയ പോരാളി അദ്ദേഹമാണ് എന്ന് കേരളത്തിലെ ചരിത്രം എഴുതി വച്ചിരിക്കുന്നു. എല്ലാവിധ അസമത്വങ്ങൾക്കുമെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പടപൊരുതുകയാണ് ഉണ്ടായത്. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അധസ്ഥിതരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തൊഴിലാളി സമരം നയിച്ചത്, കേരളം കണ്ട ആദ്യത്തെ തൊഴിലാളി സമരം അദ്ദേഹമാണ് നയിച്ചത്. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അധസ്ഥിതരുടെ കുട്ടികളെ സ്കൂളിൽ കയറ്റില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ഒരു ഉപരോധ സമരം തന്നെ നടത്തുകയുണ്ടായി. അവസാനം പട്ടിണിയായപ്പോൾ ഈ മേലാളന്മാർ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 1907 കുട്ടികൾക്ക്, എല്ലാവരുടെയും കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കൊടുക്കുന്ന സംവിധാനം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, സാമ്പത്തിക വിദഗ്ധനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, എല്ലാത്തിലും ഉപരി ഒരു പോരാളിയായിരുന്നു. പൊതുവിദ്യാലയങ്ങൾ തുറന്നു കൊടുത്തു എങ്കിലും അവിടെയും കയറ്റാത്ത അവസരം വന്ന അവസരത്തിൽ വെങ്ങാനൂരിൽ അദ്ദേഹം 1905 അധസ്ഥിതർക്ക് വേണ്ടിയുള്ള സ്കൂള് തുടങ്ങുകയും അന്ന് തന്നെ അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. നിരന്തരമായിട്ടുള്ള സമരത്തിലൂടെ 1914 സർക്കാർ സ്കൂളുകൾ തന്നെ അധസ്ഥിതർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം എല്ലാവിധ അനാചാരങ്ങൾക്കും എതിരായിരുന്നു, എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്കും എതിരായിരുന്നു, സാമൂഹിക തിന്മകൾക്കെതിരായിരുന്നു. അത് 19-ാം നൂറ്റാണ്ട്. ആ 19-ാം നൂറ്റാണ്ടിൽ നിന്ന് കേരളത്തിലെ സാമൂഹിക സംവിധാനം വളരെയധികം മാറി. നമ്മളെല്ലാവരും പുരോഗതിയിലേക്കെത്തി, സാമൂഹികമായിട്ടുള്ള ഉന്നതിയിൽ, മാനസികമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തിയെന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അവസരത്തിൽ സാധാരണ ജനങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം മോചിതരായിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും പിന്നോട്ടാണ് പോകുന്നത്. ഏതാനും